സുജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ എന്തെല്ലാമാണ് പത്രവാർത്തകൾ? ഗുഡ് മോർണിംഗ് ഹർഷൻ. പതിവ് പോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ പതിവ് പോലെ ഡൽഹിയിലെ സമരവാർത്ത തന്നെയാണ് പ്രധാന വാർത്ത. ഡൽഹിയിൽ നടക്കുന്ന വലിയ അരാജകത്വവും അക്രമവുമാണെന്നൊക്കെ ഉള്ള മട്ടിലാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ കണ്ടാൽ തോന്നുക. എന്നാൽ ഡൽഹിയിലെ സമരത്തിൻ്റെ യഥാർത്ഥ ചിത്രം പ്രേക്ഷകരിലെത്തിക്കുന്ന, വായനക്കാരിലെത്തിക്കുന്ന അപൂർവ മാധ്യമ സമൂഹങ്ങളിൽ ഒന്നാണ് കേരളത്തിലേത്. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇന്ന് ഒട്ടുമിക്ക പത്രങ്ങളും കഴിഞ്ഞ 2-3 ദിവസമായി തുടരുന്ന എഡിറ്റോറിയൽ എഴുത്തൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. സമരത്തിൻ്റെ സമഗ്ര ചിത്രം തന്നെ പത്രത്തിലുണ്ട്. മനോരമയുടെ പ്രധാന വാർത്തയിലേക്ക് തന്നെ നമുക്ക് വന്നാൽ, രാജി 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 3 രാജികൾ ചേർത്തിട്ടാണ് തലക്കെട്ട് വച്ചിരിക്കുന്നത്. സർക്കാരിന് CJPയുടെ അന്ത്യശാസനം എന്നാണ്. 3ാം ചർച്ചയും പരാജയം. ഇന്ന് വീണ്ടും ചർച്ച നടക്കുന്നുണ്ട്. പ്രധാന രാജി ഇല്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭം തുടങ്ങുമെന്ന് CJP പറയുന്നു. ഇന്ന് മുതൽ തന്നെ അവരുടെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസും രാജ്യവ്യാപക പ്രക്ഷോഭം തുടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം DYFIയും CPIഎമ്മും കേരളത്തിൽ നിന്നുൾപ്പെടെ ആദ്യ സംഘം ജന്തർ മന്ദിറിലേക്ക് തിരിച്ചു കഴിഞ്ഞതായി നമുക്കറിയാം. ഉണങ്ങാത്ത മുറിവുകൾ എന്നൊരു വാർത്താചിത്രം അതിനൊപ്പമുണ്ട്. ഡൽഹിയിലെ പ്രക്ഷോഭത്തിൽ പെല്ലറ്റുകളാൽ പരിക്കേറ്റ സാഹിലിനെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടതായിരുന്നു. അതടക്കം ഉണ്ട്. മറ്റൊരു വാർത്ത, NTA അഴിച്ചുപണി, 47 പേരെ പിരിച്ചുവിട്ടുവെന്ന് ഒടുവിൽ വന്ന നടപടിയെപ്പറ്റി, തുടർ നടപടികൾ തുടരെ ഏറ്റവും അവസാനം ഉണ്ടാകുന്നതിനെ പറ്റിയുള്ള വാർത്തയും ചെറുതായി പ്രാധാന്യത്തോടെ തന്നെ, എന്നാൽ 3 കോളത്തിൽ ചെറുതായി മനോരമ നൽകിയിട്ടുണ്ട്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി മുറവിളി ഉയരുമ്പോഴും ദേശീയ പരീക്ഷാ ഏജൻസിയിൽ അഴിച്ചുപണി നടത്തി തടി തപ്പാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നൊരു ആംഗിൾ എടുത്ത് തന്നെയാണ് മനോരമ ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന പല പത്രങ്ങളും പ്രധാന വാർത്തയായി ഈ രാജി 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 പോലെയുള്ള തടിച്ച ഫോണ്ടിൽ തന്നെ ഈ വാർത്ത പ്രധാന വാർത്തയായി വലുതും കേന്ദ്ര സർക്കാർ ചെയ്യുന്നു എന്ന മട്ടിൽ നൽകിയിട്ടുള്ളത് വഴിയെ കാണാം. നിയമവിരുദ്ധ ഇടപെടൽ. ഇന്ന് മനോരമയ്ക്ക് 2 മുഖ്യ പേജുകളുണ്ട്. അതിൽ ഈ അജിത് കുമാറിൻ്റെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരും അവിഹിത ഇടപെടലുകൾ നടത്തി, നിയമവിരുദ്ധ ഇടപെടൽ എന്ന് പറഞ്ഞ് അജിത് കുമാറിൻ്റെ സസ്പെൻഷൻ്റെ അനുബന്ധ വാർത്തയാണ് മറ്റൊരു പ്രധാന തലക്കെട്ട്. പിഴവുകൾ അക്കമിട്ട് അജിത് കുമാറിൻ്റെ സസ്പെൻഷൻ ഉത്തരവ് എന്ന് പറഞ്ഞ് തുല്യ പ്രാധാന്യത്തോടെ തന്നെ മറ്റൊരു പേജിൽ 2 മുഖ്യ പേജുകളായി ആ വാർത്ത നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നടന്നു സ്വർണ്ണക്കൊള്ള എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. വെളിപ്പെടുത്തൽ PS പ്രശാന്ത്, അജികുമാർ എന്നിവരുടെ അറസ്റ്റ് റിപ്പോർട്ടിൽ ശബരിമലയിലെ കാര്യം SITയുടെ പുതിയ കണ്ടെത്തലാണ്. അത് ഈ അറസ്റ്റ് റിപ്പോർട്ടിലാണ് കഴിഞ്ഞ വർഷവും സ്വർണ്ണക്കൊള്ള നടന്നതായി പറയുന്നത്. മറ്റൊരു വാർത്ത, പ്രിയദർശിനി യാത്രക്കാരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടുന്നു. ചില കണ്ടക്ടർമാർ പുരുഷ യാത്രക്കാർക്ക് 0 നിരക്ക് പ്രിന്റ് ചെയ്ത് ടിക്കറ്റ് നൽകുകയും യഥാർത്ഥ ചാർജ് ഈടാക്കുകയും ചെയ്യുന്നുവെന്ന് ആരോപണം. വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ഈ KSRTCയുടെ സംവിധാനത്തിൽ പുരുഷന്മാർക്കും കയറുന്ന യാത്രക്കാർക്കും ഇതേ ടിക്കറ്റ് തന്നെ കൊടുത്തിട്ട് അതിൻ്റെ പൈസ വാങ്ങുന്നു എന്നാണ് മനോരമയുടെ ഈ വാർത്ത. എവിടെ എന്നൊന്നും കൃത്യമായി ആ വാർത്തയില്ലെങ്കിൽ പോലും അങ്ങനെയും നടക്കുന്നുണ്ടാകാം. മാതൃഭൂമിയുടെ 1ാമത്തെ തലക്കെട്ട് നൊന്തു എന്ന് മാത്രമാണ്. പിന്നോട്ടടിച്ച് സർക്കാർ. പ്രധാന്റെ രാജി ഇന്ന് 3:30 വീണ്ടും ചർച്ച നടക്കുന്ന കാര്യം നമുക്കറിയാം. ഡൽഹിയിൽ നടക്കുന്ന റിപ്പോർട്ട് നമ്മളുമായി പോകുമ്പോൾ ഷബ്ന പറഞ്ഞു കഴിഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് നടക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു കഴിഞ്ഞു. നീറ്റിരകൾക്ക് 1 കോടി നഷ്ടപരിഹാരം. സമരക്കാരുടെ പേരിൽ നിയമ നടപടി പാടില്ല. ഇതിൽ അവസാനം പറഞ്ഞ 2 സർക്കാർ പരിഗണിക്കുന്നുണ്ട്. പ്രധാന്റെ രാജി സംബന്ധിച്ച് ഇപ്പോഴും സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് നമുക്കറിയാം. 7ാം പേജിലേക്ക് വന്നാൽ, ഇന്ത്യയുടെ ഭാവി സ്വപ്നം കാണുന്ന ഭാവി തലമുറ എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ലേഖനം ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു മാതൃഭൂമി. ഇത് നിരവധി പത്രങ്ങളിൽ ഇന്ന് ഈ ലേഖനം വന്നിട്ടുണ്ട്. അതായത് കേരള കൗമുദിയിലുണ്ട്, മംഗളത്തിലുണ്ടെന്ന് തോന്നുന്നു, പിന്നെ ജന്മഭൂമിയിൽ സ്വാഭാവികമായിട്ടുമുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച തീർത്തും അംഗീകരിക്കാനാവാത്തതായിരുന്നു. അത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ വിശ്വാസ്യതയെ ബാധിച്ചു എന്നൊക്കെ തുടങ്ങി ഇന്ത്യയുടെ ഭാവി സ്വപ്നം കാണുന്ന യുവതലമുറ അവരുടെ രോഷത്തെ അംഗീകരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അവരുടെ ഏജൻസി കൂടി ഏറ്റെടുത്തുകൊണ്ട്, എന്നാൽ ഇതിനുള്ളിലേക്ക് കടന്നു കയറുന്നത് രാജ്യവിരുദ്ധ ശക്തികളാണെന്നും മറ്റും പറഞ്ഞു സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ എന്നും എപ്പോഴും എൻ്റെ പ്രധാനമന്ത്രിക്കും രാജ്യത്തിനും ഒപ്പമാണ്. ഇന്ത്യയുടെ നേതൃത്വത്തെയും ജനാധിപത്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ആർക്കെതിരെയും ഞാൻ നിലകൊള്ളും എന്ന് കേന്ദ്ര സർക്കാരിനോടുള്ള വിധേയത്വം രാജീവ് ചന്ദ്രശേഖർ ഈ ലേഖനത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. 13ാം പേജിലേക്ക് വന്നാൽ, ബ്ലാസ്റ്റേഴ്സ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് അവരുടെ സ്പോർട്സ് പേജിലെ പ്രധാന വാർത്ത. 100% ഓഹരി കൈമാറാനൊരുങ്ങി മാഗ്നം സ്പോർട്സ് ലിമിറ്റഡ്. ടീമിൽ നിലനിൽക്കുന്നത് അഡ്രിയാൻ ലൂണ ഉൾപ്പെടെ 13 താരങ്ങൾ മാത്രം എന്ന സ്പോർട്സ് രംഗത്തെ കേരളത്തിലെ സ്പോർട്സ് ശ്രദ്ധിക്കുന്നവർക്ക്, ഫുട്ബോൾ ശ്രദ്ധിക്കുന്നവർക്ക് പ്രധാനപ്പെട്ടതായ ഒരു വാർത്ത മുഖ്യ വാർത്തയാകുന്നു. ദേശാഭിമാനിയിലേക്ക് വന്നാൽ, UDF സർക്കാർ മോദി വഴിയിൽ തന്നെ എന്നാണ് അവരുടെ തലക്കെട്ട്. കേരളത്തിൽ ഇന്നലെ നടന്ന
സമരങ്ങളും അതിനോട് സർക്കാർ പോലീസ് സ്വീകരിച്ച നടപടിയുമൊക്കെയാണ് ദേശാഭിമാനി മുഖ്യ വാർത്തയാക്കുന്നത്. ജന്തർ മന്ദറിൽ മോദി സർക്കാർ വിദ്യാർത്ഥികളെ വേട്ടയാടുമ്പോൾ കേരളത്തിൽ പ്രതികരിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നു. വഖഫ് ബോർഡ് വിഷയത്തിലും വിദ്യാർത്ഥി സമരങ്ങളുള്ള സമീപനത്തിലും ആഗോളവൽക്കരണ അജണ്ടകൾ എന്നിവയിലെല്ലാം കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുകയാണ് എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലെ കേന്ദ്ര വിമർശനം ലീഡാക്കിയിരിക്കുന്നു ദേശാഭിമാനി. അതേസമയം തന്നെ മുൻ പേജിൽ തന്നെ ഡൽഹി സമരത്തിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. രാജി വരെ പ്രക്ഷോഭം. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും കൊളുത്തിവിട്ട പ്രക്ഷോഭത്തി CJPയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും കൊളുത്തിവിട്ട പ്രക്ഷോഭത്തി രാജ്യമാകെ പടർന്നതോടെ നിലപാടിൽ അയവുവരുത്തി കേന്ദ്ര സർക്കാർ എന്നാണ് പറയുന്നത്. ഒപ്പം ജന്തർ മന്ദറിലെ യുവജന പ്രതിഷേധത്തിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പങ്കെടുക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന DYFI പ്രവർത്തകർക്ക് അവരുടെ സഖാക്കൾ നൽകുന്ന യാത്രയയപ്പിൻ്റെ ചിത്രവും ദേശാഭിമാനിയിൽ ഉണ്ട്. 5-ാം പേജിലേക്ക് വന്നാൽ അഥമ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ക്ലാസിക് ഉദാഹരണം എന്ന് പറഞ്ഞ് PK ശ്രീമതിക്കെതിരായിട്ടുള്ള കുപ്രചാരണത്തെപ്പറ്റിയുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ പ്രതികരണം അവർ ഒരു പ്രധാന വാർത്തയാക്കിയിരിക്കുന്നു. CPM നേതാവും മുൻമന്ത്രിയുമായ PK ശ്രീമതിക്കെതിരെ MLA പെൻഷൻ സംബന്ധിച്ച് ചില മാധ്യമങ്ങൾ ബോധപൂർവം ഉയർത്തിയ ആരോപണം അപലപനീയമാണ്. ഇത് അഥമ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ക്ലാസിക് ഉദാഹരണമാണെന്ന് പറയുന്നു. ദേശാഭിമാനിയുടെ ഇന്നത്തെ എഡിറ്റോറിയലും അതുതന്നെയാണ്. സ്ത്രീകൾക്കെതിരായ സമൂഹ മാധ്യമ ആക്രമണം ആശങ്കാജനകമാണ്. അസത്യപ്രചാരണങ്ങളും രാഷ്ട്രീയ വിയോജിപ്പുകൾ സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന ഭാഷയിലേക്കും വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും മാറുന്ന സമീപനം പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നു എന്ന് പറഞ്ഞ് പേഴ്സൺ ടു ജനറൽ എന്ന രൂപത്തിൽ PK ശ്രീമതിക്കുണ്ടായ ആ ദുരനുഭവത്തെ ഒരു സാമൂഹിക പ്രശ്നമായി അവതരിപ്പിച്ച് വിമർശിക്കുന്നു ദേശാഭിമാനി. ഇനി മാധ്യമത്തിലേക്ക് വന്നാൽ രാജി മുഖ്യം. ഒട്ടുമിക്ക മലയാള പത്രങ്ങളും ഇങ്ങനെ വളരെ ചെറിയ ക്രിസ്പ് തലക്കെട്ടുകളാണ് ഇട്ടിരിക്കുന്നത് ഇന്ന്. നേരത്തെ നമ്മൾ ദേശാഭിമാനിയിൽ കണ്ടതുപോലെ ദേശാഭിമാനിയിലല്ല മാതൃഭൂമിയിലൊക്കെ കണ്ടതുപോലെ 1-2 വാചകം മാത്രമുള്ള തലക്കെട്ട് രാജി മുഖ്യം. ആത്മഹത്യ ചെയ്തവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി നഷ്ടപരിഹാരം. നേരത്തെ പറഞ്ഞ ഡിമാൻഡുകളുണ്ട്. CJP സർക്കാർ ചർച്ചയിലെ 2 ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നുള്ള കാര്യം. ഒപ്പം ഈ സാഹിലിൻ്റെ മുറിവുകൾ പെല്ലറ്റ് തോക്കുകളിൽ നിന്നുള്ള വെടിയേറ്റ് കൊണ്ട മുറിവുകൾ രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന കാണൂ ഇന്ത്യ ഈ മുറിവുകൾ എന്ന ഭാവത്തിൽ പ്രദർശിപ്പിക്കുന്ന ആ വാർത്താചിത്രം വലുതായി 3 കോളത്തിൽ 4 കോളത്തിൽ വീശി നൽകിയിരിക്കുന്നു മാധ്യമത്തിൻ്റെ 5-ാം പേജിലേക്ക് വന്നാൽ നടപടി അജിത് കുമാറിന് പ്രഹരം CPMന് എന്ന് അജിത് കുമാറിൻ്റെ ADGPയുടെ സസ്പെൻഷൻ സംബന്ധിച്ച വാർത്ത. അസാധാരണ രാഷ്ട്രീയ കവചമായിരുന്നു പിണറായിയും CPMും MR അജിത് കുമാറിന് ഒരുക്കിയത്. അച്ചടക്ക നടപടി MR അജിത് കുമാറിനാണെങ്കിലും പൊള്ളലും പ്രഹരവും കഴിഞ്ഞ 5 വർഷക്കാലം DGPക്ക് രക്ഷാകർതൃത്വവും രാഷ്ട്രീയ കവചവും ഒരുക്കിയ CPMനാണ് എന്നാണ് വ്യാഖ്യാനിക്കുന്നത് മാധ്യമത്തിൻ്റെ 6-ാം പേജിൽ അവരുടെ എഡിറ്റ് പേജിൽ ഇന്നത്തെ എഡിറ്റോറിയലും പതിവ് പോലെ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലെ പോലെ CJP സമരത്തെ പിന്തുണച്ചാണ്. ഇന്ത്യൻ യുവത രാജ്യത്തിന് വഴികാട്ടുന്നു. ഷർജിൽ ഇമാമിനെയും ഉമർ ഖാലിദിനെയും ഗുൽഫിഷ ഫാത്തിമയും എല്ലാം കള്ളക്കേസിൽ കുടുക്കി വർഷങ്ങളോളം തടവിലിട്ടതുപോലെ നാളെ ഈ കുട്ടികൾക്ക് നേരെയും പകപോക്കൽ ഉണ്ടായേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു മാധ്യമം. പക്ഷേ ഈ നിമിഷത്തിൽ അവരെ അതൊന്നും ഭയപ്പെടുത്തുന്നില്ല എന്നുറപ്പ് എന്ന് ആ കുട്ടികളിൽ പ്രതീക്ഷ വയ്ക്കുന്നു മാധ്യമം. കേരള കൗമുദിയിലേക്ക് വന്നാൽ കേരള കൗമുദി ഒട്ടൊക്കെ ഒരു കേന്ദ്ര സർക്കാർ അനുകൂല നിലപാടോ പലപ്പോഴും കേന്ദ്ര സർക്കാർ വാഴ്ത്ത് നിലപാടോ സൂക്ഷിക്കുന്ന പത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ എടുത്ത നടപടി മനോരമ ചെറുതാക്കി കൊടുത്ത മുഖ്യ വാർത്തയ്ക്കൊപ്പം കൊടുത്ത വാർത്തയാണ്. കേരള കൗമുദിയിൽ വലിയ വാർത്ത നടപടി തുരുതുര എന്ന് ആണ് വാർത്ത. അതായത് വലുതെന്തൊക്കെയോ കേന്ദ്രം ചെയ്യുന്നു. മോദിയുടെ നീക്കങ്ങൾ എന്ന എണ്ണമിട്ട് പറഞ്ഞ് 5 നീക്കങ്ങൾ. ഒപ്പം ഈ സമര വാർത്ത കേരള കൗമുദിയുടെ മുൻപേജിൽ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ സ്പോർട്സ് പേജിൽ മറ്റൊരു ശ്രദ്ധേയ വാർത്തയുണ്ട്. കാൽപന്തിന് പിന്നാലെ പണവും പാഞ്ഞു. കേരളത്തിലെ ഈ ഫ്ലക്സ് വെക്കാനും ഒക്കെയായിട്ട് കേരളത്തിൽ ആകെ ചിലവാക്കിയ ഏകദേശ തുക കണക്ക് കൂട്ടിയെടുക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സംസ്ഥാന സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷൻ്റെ കണക്കൊക്കെ വെച്ചിട്ടാണ്. മലയാളി പൊട്ടിച്ചത് 35 കോടി രൂപയാണെന്നാണ് ഏകദേശ കണക്ക് കൂട്ടുന്നത് കേരള കൗമുദി. അതിന് മേലെയാകാം. ഫ്ലക്സ് പ്രിൻറ്റിംഗ് ഒന്നും ഏതായാലും ഫ്ലക്സ് അസോസിയേഷൻ്റെ സ്പോർട്സ് അസോസിയേഷൻ്റെ കണക്കിൽ വരില്ലല്ലോ. മംഗളം വൈകി ഉദിച്ച നടപടി. കേരള കൗമുദി നടപടി തുരുതുര എന്ന് പറഞ്ഞ് ആ നടപടിയെ വലുതാക്കി വാഴ്ത്തുമ്പോൾ മംഗളം അതിനെ ഒരു ആംഗിൾ എടുത്ത് സമീപിക്കുന്നു. വൈകി ഉദിച്ച നടപടി ക്ഷമിക്കണം, അത് വൈകി ഉദിച്ച നടപടി ഇതാണ് 47 NDA ഉദ്യോഗസ്ഥരെ പിടിച്ചുവിട്ട ചർച്ച സംബന്ധിച്ചുള്ളതല്ല, ഇത് തന്നെ. ഒപ്പം ആ വാർത്താചിത്രം പതിവ് പോലെ മറ്റെല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടെ കൊടുത്തതുപോലെ തന്നെ സാഹിലിൻ്റെ മുറിവുകൾ ഉയർത്തിക്കാട്ടുന്ന ആ ചിത്രവും മംഗളം കാര്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. വീക്ഷണം
വീക്ഷണം. സ്വാഭാവികമായിട്ടും രാജിയിൽ ഉറച്ച എന്നൊരു ചെറിയ തലക്കെട്ട് വലിയ ഫോണ്ടിൽ നൽകിയിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ പിന്നോട്ടില്ലെന്ന് കോൺഗ്രസ്. ഒപ്പം രാജിയില്ലാതെ ചർച്ചയില്ല. തുടർച്ചയായ 5-ാം ദിവസവും ലോക്സഭ സ്തംഭിച്ച വാർത്ത. തെറ്റുതിരുത്തി അനുനയത്തിന് കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് കോൺഗ്രസ്. സംസ്ഥാന പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പതിവ് വിമർശനങ്ങളൊക്കെ വീക്ഷണം ഇന്ന് ഉൾപേജിലേക്ക് മാറ്റി. മുൻപേജ് പൂർണ്ണമായും കേന്ദ്ര വിമർശനത്തിന് ഏതാണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. NDAയിലെ അഴിച്ചുപണി 47 ഉദ്യോഗസ്ഥരെ പുറത്താക്കിയ വാർത്ത ഒറ്റക്കോളം വാർത്തയായിട്ടാണ് വീക്ഷണത്തിൽ സ്വാഭാവികമായിട്ടും വന്നത്. ജനയുഗത്തിൽ കീഴടങ്ങൽ തന്ത്രം എന്നാണ് ഈ ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നതിനൊക്കെ പറയുന്നത്. നിലപാടുകളിൽ അയഞ്ഞ് കേന്ദ്രം. അതിവേഗ കോടതികൾ രൂപീകരിച്ചു. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ പുതിയ നിയമം. ഇന്നത്തെ ചർച്ച നിർണായകം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ മറ്റ് ഉപാധികളില്ല എന്ന പറയുന്നത് സമരക്കാർ പറയുന്നത്. സുപ്രഭാതത്തിൽ ധർമ്മേന്ദ്ര പ്രധാനെതിരെ പ്രതിഷേധം ശക്തം. രാജിക്കായി രാജ്യമൊട്ടാകെ രാജിക്കായി ഇന്നലത്തെ സാഹിലിൻ്റെ മുറിവുകൾ കാട്ടുന്ന ചിത്രം സുപ്രഭാതത്തിലുമുണ്ട്. ഒപ്പം പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർക്ക് 10,000ങ്ങളുടെ യാത്രാമൊഴി. സൗമ്യ സാരഥ്യം ഇനി ഓർമ്മകളിൽ എന്ന് സംസ്കാര ചടങ്ങിന് ഖബറടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ചിത്രം നൽകി സുപ്രഭാതം നൽകിയിരിക്കുന്നു. ജന്മഭൂമി പതിവ് പോലെ നൽകിയിരിക്കുന്നത് സുരക്ഷ ശക്തമാക്കി. 200ഓളം അക്രമികൾ എന്നാണ് തുടക്കം മുതലേ അരാജകവാദികൾ എന്നൊക്കെയാണ് സമരക്കാരെ വിശേഷിപ്പിക്കുന്നത്. സ്വാഭാവികമായും ജന്മഭൂമി അവരിൽ നിന്ന് തോക്കടക്കം 1 പിസ്റ്റളും 2 കത്തിയും പിടിച്ചെടുത്തതായിട്ടൊക്കെയാണ് പറയുന്നത്. അതേതായാലും നമ്മൾ ഇന്ന് പത്രം വന്നപ്പോഴാണ്, ജന്മഭൂമി വന്നപ്പോഴാണ് കണ്ടത്. 10 വർഷം തടവും 10 കോടി പിഴയും എന്നൊക്കെ ചോദ്യപേപ്പർ ചർച്ചയ്ക്കുള്ള വാർത്ത കേരള കൗമുദി നൽകിയതുപോലെ തന്നെ ജന്മഭൂമിയും പ്രധാന വാർത്തയൊക്കെയാണ്. ദേശീയ ദിനപത്രങ്ങളിൽ നിന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ ഏതായാലും മുൻ വാർത്തകളാക്കി തുടങ്ങിയിട്ടുണ്ട് സമരവാർത്ത. ക്യാബിനറ്റ് ഓക്കേസ് ഡ്രാഫ്റ്റ് ബിൽ ഓൺ ഹാർഷർ പണിഷ്മെൻറ്റ് ഓൺ പേപ്പർ ലീക്സ് എന്ന ഇന്ത്യൻ എക്സ്പ്രസ്. ഹിന്ദുവിലേക്ക് വന്നാൽ സുപ്രീം കോർട്ട് എഗ്രീസ് ടു ഹിയർ പ്ലീ അലീജിങ് പോലീസ് എക്സസസ് അറ്റ് CJP മാർച്ച്. പോലീസ് നടപടിക്കെതിരെയുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നു. ഗവൺമെൻറ് സീക്സ് ടൈം ടു കോൾ ഓൺ പ്രധാൻ എക്സിറ്റ് ഡിമാൻഡ്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ കൂടുതൽ സമയം സമരക്കാരോട് ആവശ്യപ്പെടുന്നു എന്നുള്ള വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയും പ്രധാന വാർത്തയാക്കുന്നു. ഹർഷൻ. സുജിത്താണ് വിശദമായി പത്രവാർത്തകൾ